ശ്രീ ടി സിദ്ദീഖ്, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഞാനതിനെ എതിർത്ത് സംസാരിക്കുകയാണ് സർ. ഇന്ന് ഈ സർക്കാരിൻ്റെ മികച്ച ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് സർ. തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ ഹരിത കേരള മിഷൻ്റെ പരിസ്ഥിതി സംഗമം നടക്കുക. അതിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇന്ന് തിരുവനന്തപുരത്ത് എത്തണം, ഇതിൽ പങ്കെടുക്കണം നിർബന്ധമായും എന്നാണ്. സർ, നിങ്ങൾ ആലോചിക്കണം, എല്ലാ ലോക്കൽ ബോഡീസിൻ്റെയും അവസാനത്തെ ബില്ല് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഗവൺമെൻറ് കൊടുത്തത് നാളെയാണ്, 25-ാം തീയതി. ഈ ഗവൺമെൻറ് ആ ഡേറ്റ് നാളെ ആയപ്പോൾ കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും സെക്രട്ടറിമാരോടും നിർബന്ധമായി തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞ് അവരുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ അതിനർത്ഥം ഇതിനേക്കാൾ ധനകാര്യ മാനേജ്മെന്റിന്റെ കുടിലതന്ത്രം വേറെ വല്ലതുണ്ടോ? സർ, ഇവർക്ക് ബില്ല് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് അതിനാവശ്യമുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്താ കാര്യം? പണം ചെലവഴിക്കാതിരിക്കാനുള്ളതായിരിക്കുന്ന വളഞ്ഞ വഴി ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർ ഇന്ന് നടക്കുന്ന ഈ സംഗമം. ഇതൊന്നും ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോട് ഒരു ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ അരുതായ്മ നടപടിയാണെന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സർ. ബഹുമാന്യനായ പൂഞ്ഞാർ അംഗവും പ്രിയപ്പെട്ട ശ്രീ പ്രശാന്തും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഇടതുപക്ഷത്തിനുണ്ടായി, അതുകൊണ്ട് 3ാം പിണറായി സർക്കാരിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് പറഞ്ഞത്. സർ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-ാം തീയതി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 2 സീറ്റ് പിടിച്ചെടുത്തു. LDFിൽ നിന്ന് LDFന് 3 സീറ്റ് കുറഞ്ഞു. സർ, UDFന്റെ സീറ്റ് 10-ൽ നിന്ന് 12ആയി, LDFന് 3 സീറ്റ് കുറഞ്ഞു. സർ, എങ്ങനെയാണ് സർ പിണറായി സർക്കാർ വരിക? ഞങ്ങൾ അതിന്റെ കൂടെ, ഞാൻ ഒന്നുകൂടെ പറയാം, അതിന്റെ കൂടെ സർ, ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടാമല വാർഡുണ്ട്. അവിടെ 397 വോട്ടിനാണ് സാർ UDF ജയിച്ചത്. സാർ, ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇനി ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ ഡിസംബർ മാസം 2024 11-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടി സാർ. സാർ, എങ്ങനെയാണെന്നറിയോ? 13-ൽ നിന്ന് 17 സീറ്റിലേക്ക് UDF അതിന്റെ സീറ്റ് വീതം ഉയർത്തി. 15 സീറ്റിൽ നിന്ന് 11ലേക്ക് LDF കൂപ്പുകുത്തി. നിങ്ങൾ ഇപ്പോഴുള്ള സീറ്റിൽ നിന്ന് 40ലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ 100 സീറ്റിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതിന്റെ വിളംബര പ്രഖ്യാപനമാണ് ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ. ആ ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെ മറ്റൊരു PR വർക്കാക്കി അവതരിപ്പിക്കുന്ന നിങ്ങളോട് എന്താണ് സാർ പറയുക? എന്താണ് സാർ പറയുക? പാലക്കാട്, പുതുപ്പള്ളി, തൃക്കാക്കര, അതിന്റെ ഭാഗമായാണ് നിലമ്പൂർ വരാൻ പോകുന്നത് കരുളായി ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ഞങ്ങൾ സൂചിപ്പിച്ചു. സർ, ഞാനൊരു ഗുരുതരമായ കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം സർ. സർ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951ന്റെ സെൻട്രൽ ആക്ട് ആണ് സർ. ആ സെൻട്രൽ ആക്ടിന്റെ അനുസരിച്ചാണ് നമ്മുടെ KFC നിലവിൽ വന്നത് സർ. ആ KFCയുടെ 33-ാമത്തെ സെക്ഷൻ അനുസരിച്ച്, KFCയുടെ സെക്ഷൻ 34 അനുസരിച്ച് ഒരു കമ്പനിയിൽ ഈ സ്ഥാപനം നിക്ഷേപം നടത്തണമെങ്കിൽ അതിന്റെ ബോർഡിന്റെ അനുവാദം വേണം സാർ. അത് പറയുന്നത് തന്നെ, ദ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ മേ ഇൻവെസ്റ്റ് ഫണ്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഗൈഡ് ലൈൻസ് ആൻഡ് prudential norms as may be prescribed and in such securities as the board may decide from time to time. സർ, അത് ബോർഡ് തീരുമാനിച്ചു വേണം നൽകാൻ. സർ, ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ബോർഡ് മീറ്റിംഗ് നടക്കുന്നത് 18/6/2018 ഇപ്പോഴുള്ള ധനകാര്യമന്ത്രിയല്ല, അന്നത്തെ പിണറായി സർക്കാരിന്റെ ധനകാര്യ വകുപ്പിന്റെ കീഴിൽ. സർ, അതിനുശേഷം പണം നിക്ഷേപിച്ചതോ നിങ്ങൾ ആലോചിക്കണം, അനിൽ അംബാനിയുടെ RCFL എന്ന് പറയുന്ന കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് ഇല്ലാതെ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് സാർ. ആ നിക്ഷേപിക്കുന്നത് ബോർഡ് മീറ്റിംഗ് ചേരാതെ, അതിനുശേഷം ബോർഡ് മീറ്റിംഗ് ചേരുന്നത് 18/6/2018 പിന്നീട് ബോർഡ് മീറ്റിംഗ് ചേരുന്നത്. ഇതിനേക്കാൾ രസകരമായ കാര്യം സർ, RCFL ലിക്വിഡേറ്റ് ചെയ്തപ്പോ നമുക്ക് കിട്ടിയത് 60.80 കോടി രൂപ നമ്മൾ നിക്ഷേപിച്ചപ്പോ നമുക്ക് കിട്ടിയ തുക ആകെ 7.09 കോടി രൂപ.
സർ ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഗുരുതരമായ സ്റ്റേജിലാണ്. ഇത് ഡയർ ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ് എന്നാണ് ഈ കമ്പനിയെ ഫ്ലാഗ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലാഗ് ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയിൽ സർ ബോർഡ് മീറ്റിംഗ് കൂടാതെ കേരളത്തിലെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിക്ഷേപം നടത്തിയത് ഒരു വലിയ അഴിമതിയാണ് സർ. ഇന്ന് 60 കോടിയുടെ കാര്യമല്ല, ഇന്ന് 110 കോടി രൂപ കേരളത്തിന് തിരിച്ചു കിട്ടേണ്ടതായ പണം ആകെ കിട്ടിയത് 11 കോടി രൂപ മാത്രം സർ. ഞാൻ ചോദിക്കുന്നു, ഇവിടെ സർ വിശുദ്ധ കൊലപാതകങ്ങളുണ്ട്. ആ വിശുദ്ധ കൊലപാതകത്തിലെ പ്രതികൾക്ക് നിങ്ങൾ 150, 200, 250 ദിവസങ്ങൾ നിങ്ങൾ പരോൾ കൊടുക്കും സർ. ഈ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത ഒരാളുടെ പേരിൽ നടപടിയെടുത്തില്ല. ഇത് ഹോളി കറപ്ഷൻ ആയതുകൊണ്ടാണോ? പാർട്ടി നേതൃത്വം കൊടുത്ത ഹോളി കറപ്ഷൻ ആയതുകൊണ്ടാണോ? സർക്കാർ മറുപടി വേണം സർ. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഇതുപോലെ ദുരുപയോഗം ചെയ്തതായ ഒരു കാലഘട്ടം, തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതായ ഒരു കമ്പനി, എന്നിട്ടോ CNDG റിപ്പോർട്ട് വന്ന ആനുവൽ റിപ്പോർട്ട് സർ, ആദ്യത്തെ ആനുവൽ റിപ്പോർട്ടിലെ 2 വർഷവും അനിൽ അംബാനിയുടെ കമ്പനിയുടെ പേര് പറഞ്ഞില്ല, ബോധപൂർവം മറച്ചു വെച്ചു. 3ാമത്തെ വർഷം കമ്പനിയുടെ പേര് പറഞ്ഞു സർ. ഇത് അഴിമതിയല്ല സർ. ഈ അഴിമതിക്ക് നേതൃത്വം, ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നില്ല, പക്ഷേ അന്ന് നേതൃത്വം കൊടുത്ത അഴിമതിക്കാർക്ക് ഈ ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് സംരക്ഷണം കൊടുക്കുകയാണ് സർ. ഇത് അഴിമതിയല്ലേ? ഇത് ഗുരുതരമായ അഴിമതിയല്ലേ? ആ അഴിമതിയെ തുറന്നു കാണിക്കാൻ ഈ സഭയിൽ ആഗ്രഹിക്കുന്നു സർ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് എന്റെ സമയം അവസാനിക്കാൻ സർ. കോവിഡ് കാലത്ത് BBC-യുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ BBC റിപ്പോർട്ടിൽ പറഞ്ഞത് കൊറോണ വൈറസ് ഹൗ ഇന്ത്യസ് കേരള സ്റ്റേറ്റ് ഫ്ലാറ്റൻഡ് ദ കർവ് എന്ന് പറയും, കേരളത്തിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട്. പിന്നീട് BBC ആ റിപ്പോർട്ട് തിരുത്തി, യാഥാർത്ഥ്യം പറഞ്ഞപ്പോ ഞങ്ങളുടെ റിപ്പോർട്ട് തന്നെ ശരിയല്ല എന്ന് BBC തിരുത്തി. പക്ഷേ BBC-യുടെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോ നിങ്ങൾ അതിനെ വലിയ രീതിയിലുള്ള ഒരു PR വർക്കിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി സർ. BBC ഇപ്പോ ഒരു പുതിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സർ. ഇന്ത്യസ് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കേഴ്സ് ഫൈറ്റ് ഫോർ ബെറ്റർ പേ ആൻഡ് റെക്കഗ്നിഷൻ. ആശാ സമരത്തെ കുറിച്ച് BBC-യുടെ റിപ്പോർട്ടാണ് സർ. സർ, ഞങ്ങൾ ആരും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല, BBC പറഞ്ഞാൽ നിങ്ങൾ അത് ഏറ്റെടുക്കും. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തെങ്കിലും ആ ആശാമാരുടെ സമരം ഒന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം എന്ന് വിനീതമായി ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സർ. സർ, ഞാൻ അവസാനിപ്പിക്കാം. സർ, ലാസ്റ്റ് ഒരു 1/2 മിനിറ്റ് കൂടെ തന്നാൽ മതി, അവസാനിപ്പിക്കാം. 1/2 മിനിറ്റ്, 30 സെക്കൻഡ്. സർ, ഈ ഗവൺമെന്റിനെ ഏത് രീതിയിൽ ക്രൂശിക്കണം എന്നുള്ളത് ജനം ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ കാത്തു നിൽക്കുകയാണ് സാർ. എന്താണ് സാർ കാരണം? വെള്ളക്കരം നിങ്ങൾ കൂട്ടി, നിങ്ങൾ ബസ് ചാർജ് കൂട്ടി, വൈദ്യുതി ചാർജ് എല്ലാ വർഷവും നിങ്ങൾ കൂട്ടിയാണ്, ഓട്ടോ ചാർജ് കൂട്ടി, ടാക്സി ചാർജ് കൂട്ടി, ഭൂമിയുടെ കരം നിങ്ങൾ കൂട്ടി, കെട്ടിട നികുതി കൂട്ടി, കെട്ടിട നികുതിയുടെ അപേക്ഷകൾ കൂട്ടി, കോൺട്രാക്ട് കാരേജ് കൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി, ഡീസൽ സെസ് കൂട്ടി, പെട്രോൾ സെസ് കൂട്ടി, പാറയുടെ റോയൽറ്റി കൂട്ടി, അവശ്യ സാധന വില നിലവാരം വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി, കേസിന്റെ ഭാഗമായിട്ടുള്ള ഏതെല്ലാം അപേക്ഷകളുണ്ടോ ആ അപേക്ഷകൾ മുഴുവൻ കൂട്ടി. ജനങ്ങളെ ഇതുപോലെ പോക്കറ്റടിക്കുന്ന ഈ സർക്കാരിനെ താഴെ